ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രി എം.ബി. രാജേഷ്. പി.ഡി. സതീശൻ അതീവ രഹസ്യമെന്ന് പറഞ്ഞ് പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ട് 13 ദിവസം മുൻപ് documents.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിന് ഒരു രഹസ്യ സ്വഭാവവുമില്ല. കള്ളത്തരം പൊളിഞ്ഞാലെങ്കിലും പ്രതിപക്ഷ നേതാവിന് അല്പം ജാള്യതയാവാം. അപവാദം ഭയന്ന് പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള കൂറ്റൻ ഫ്ലെക്സ് വെച്ച സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യം. CPM അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ പൊതുഭരണ വകുപ്പിന് കത്ത് നൽകി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് കോടതിയെ അറിയിക്കണമെന്നാണ് ആവശ്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റിൽ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരെയാണ് അറസ്റ്റിലായത്. ആലുവയിൽ നിന്നാണ് മാള പോലീസ് ഇവരെ പിടികൂടിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പീലുമായി കുടുംബം. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ പ്രധാന വാദം. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവ ചത്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പരാതി. ആനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ആണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി നൽകിയത്. കടുവയെ പിടികൂടുന്നതിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നു, കാടിനുള്ളിൽ അതിക്രമിച്ചു കയറി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. പിരിഞ്ഞുപോയ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താനും പദ്ധതിയിട്ടിരുന്നതായി നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. ഭാര്യ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ ശേഷം കീഴടങ്ങാനായിരുന്നു ചെന്താമരയുടെ പ്ലാൻ. തന്റെ കുടുംബം തെറ്റിപ്പിരിയാൻ കാരണം സുജാതയും സുധാകരനുമാണെന്ന് ഇയാൾ കരുതിയിരുന്നു. ഇതുമൂലമുണ്ടായ പകയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 10:30യോടെയാണ് പോത്തുണ്ടിക്ക് സമീപം സ്വന്തം വീടിന്റെ പരിസരത്ത് നിന്നാണ് ചെന്താമരയെ പോലീസ് പിടികൂടിയത്. മെൻസ് കമ്മീഷൻ വരികയെന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഭാഗ്യമാണെന്ന് നടി പ്രിയങ്ക. ഇക്കാര്യത്തിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും താൻ പുരുഷന്മാർക്കൊപ്പം ഉണ്ടാകും. പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി തോന്നിയിട്ടില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. എറണാകുളത്ത് 19കാരി ക്രൂരപീഡനത്തിന് ഇരയായതായി പോലീസ്. അബോധാവസ്ഥയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ചോറ്റാനിക്കരയിലെ വീടിനുള്ളിൽ നിന്നാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. തന്റെ എതിർപ്പ് മറികടന്ന മകളുടെ ആൺ സുഹൃത്ത് പലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചതായി റിപ്പോർട്ട്. പ്രാദേശിക സമയം പുലർച്ചെ 1:30ഓടെയാണ് അപകടം നടന്നത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. പ്രശസ്തമായ മുംബൈ സിദ്ധി വിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗങ്ങൾ പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും ഷോർട്ട് സ്കേർട്ടുകൾക്കും ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തി. പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം എഴുതി ISROയും ഇന്ത്യയും. രാജ്യത്തിന്റെ അഭിമാനമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണ ദൗത്യം ഇസ്രോ വിജയത്തിലെത്തിച്ചു. ഇന്ന് രാവിലെ 6:23 രണ്ടാം തലമുറ ഗതിനിർണയ ഉപഗ്രഹമായ NVS-2 വിജയകരമായ ഭ്രമണപഥത്തിൽ വിന്യസിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാൻ എലോൺ മാസ്കിന്റെ സഹായം തേടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ ഭരണകൂടം യാത്രികരെ തിരികെ എത്തിക്കാൻ ഒന്നും ചെയ്തില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി.